എല്ലാവർക്കും നമസ്തേ. എന്നോട് ചില സഹോദരിമാർ ചോദിക്കേണ്ടായി, ഈയിടെയായിട്ട് വീഡിയോസൊക്കെ വളരെ കുറവാണല്ലോ എന്ന്. സത്യമാണ്. ഇപ്പോൾ എനിക്ക് തൊണ്ട സുഖമില്ല, എന്നാലും ഞാൻ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സമയം കിട്ടുന്നില്ല. കുറച്ച് ഈ ഓണത്തിൻ്റെ തിരക്കുകളുണ്ടായിരുന്നു. അതിന് മുമ്പ് നമ്മുടെ ഓണക്കിറ്റ് വിതരണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓണത്തിൻ്റെ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പിതൃപക്ഷത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചോദ്യം വന്നത്. അപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തൊണ്ടയൊക്കെ ഇത്തിരി പ്രശ്നമായിട്ടിരിക്കുകയാണ്. എന്നാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഗ്രൂപ്പിലില്ലാത്തവർക്കും അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഡെയിലി മെഡിറ്റേഷൻ മെൻസ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. കുറേ കാലങ്ങളായിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ലേഡീസിന് മാത്രം ഡെയിലി മെഡിറ്റേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ടൊന്നുമല്ല, എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്, സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അഖിലും രഞ്ജിത്തും അഡ്മിൻസായിട്ട് അത് മാനേജ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട് നമ്പർ. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കയറാം. അത് ഡെയിലി മെഡിറ്റേഷൻ മാത്രമല്ല, ഇപ്പോൾ ലേഡീസ് ഗ്രൂപ്പ് ചെയ്യുന്നത് പോലെ അമ്മക്കേരുടെ സേവകൾ ചെയ്യാനും അത് അറിയിക്കാനും ഒക്കെ നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണ് ചെയ്യുന്നത്. അതൊരു കൂട്ടായ്മയായിട്ട്, നല്ല കൂട്ടായ്മയായിട്ട് വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് മോഹൻചേരിയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പിതൃപക്ഷം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിതൃപക്ഷത്തെ പറ്റി 2-3 വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയുള്ള 2 ആഴ്ച കാലമാണ് പിതൃപക്ഷം എന്ന് പറഞ്ഞ് നമ്മൾ ആചരിക്കുന്നത്. അത് പിതൃലോകവുമായിട്ട് നമ്മുടെ ലോകം ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ് പിതൃപക്ഷം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ആ ഒരു പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ഒരുപാട് ബ്ലെസ്സിങ്സ് പിതൃക്കളുടെ നമ്മളിലേക്ക് കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അമ്മു കെയറിൻ്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അന്നദാനം സംഘടിപ്പിച്ചിട്ടുണ്ട്. പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അന്നദാനം നടത്തുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ പലരും അന്നദാനത്തിനൊക്കെ പൈസ അയക്കുന്നുണ്ട്, അന്നദാനം നടത്തുന്നുണ്ട് പല പുണ്യസ്ഥലങ്ങളിലും. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് അതിനനുസരിച്ചുള്ള പൂജകൾ ചെയ്യാം. ഞാൻ യാദൃശ്ചികമായിട്ട്, അതായത് ഒന്ന് യാദൃശ്ചികമെന്ന് പറയാൻ പറ്റില്ല, എന്തായാലും സെപ്റ്റംബർ 17-ാം തീയതി തന്നെ ഞാൻ വർക്കല പാപനാശം ബീച്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിതൃപക്ഷമാണല്ലോ എന്നൊന്നും എനിക്ക് ഓർമ്മ വന്നത്, ഇങ്ങനെ റിമൈൻഡേഴ്സ് വരുന്നതുകൊണ്ട്. അപ്പോൾ ബലിയിടാനും സാധിച്ചു. അവിടെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ കടൽപ്പുറത്ത് ബലിയിടാനും അവിടെ അത് ഒഴുക്കാനും ഒക്കെ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. അപ്പോൾ ഇതിലൊരു സഹോദരി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത പിതാവാണ് അല്ലെങ്കിൽ പിതൃക്കളാണ് എങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഉപദ്രവമൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി എന്തിനു ബലിയിടണം? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബലിയിടണം എന്നാണ് ഞാൻ പറയുക. കാരണം ഇത് മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ബലിയിടുന്നത്, നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനും കൂടിയാണ്. കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് അവർ മരിച്ചുപോയി, ഇനി ആ ഒരു ദുരനുഭവം പേരി നമ്മളെന്തിനു നടക്കണം? നമുക്ക് നമ്മളെ തന്നെ ഫ്രീ ആക്കാമല്ലോ. നമ്മൾ ഈ ഒരു ഇംപ്രഷൻ കൊണ്ട് നമ്മുടെ സോളിനെ അടുത്ത ബർത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മളെ തന്നെ ഒരു ഭാരം കൊണ്ട് നടക്കുന്നത് പോലെയല്ലേ. നമുക്ക് താഴെ വയ്ക്കാവുന്ന ഒരു ഭാരം നമ്മൾ എന്തിനു ചുമലിലേറ്റി കൊണ്ടുപോകണം? അപ്പം അതിനെന്താ ചെയ്യാൻ പറ്റുക? മറക്കുക, പൊറുക്കുക. കാരണം അവർ അങ്ങനെ അവരുടെ കോൺഷ്യസ്നെസ് ലെവലിൽ നിന്നിട്ട്, അവരുടെ അവെയർനെസ് ലെവലിൽ നിന്നിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ, അവർക്ക് തെറ്റോ ശരിയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ഇവർ മരിച്ചുപോയി. ജീവിച്ചിരിക്കുന്ന നമുക്കിപ്പോൾ അവെയർനെസ് കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ നമ്മളൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നത്. സ്പിരിച്വലി നമുക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഗുരു നമുക്ക് അതിനുള്ള അവബോധത്തിനുള്ള മാർഗങ്ങൾ ജ്ഞാനമാർഗത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. പല തരത്തിൽ നമ്മൾ നമ്മുടെ അവെയർനെസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഈ കഴിഞ്ഞു പോയ ഒരു കാര്യത്തിൻ്റെ ഗ്രഡ്ജ്, അതായത് അതിൻ്റെ കുറ്റബോധമാവട്ടെ, ദേഷ്യമാവട്ടെ, റിവെഞ്ച് ആവട്ടെ, വെറുപ്പാവട്ടെ, എന്തായാലും നമ്മൾ എന്തിനാണ് നമ്മുടെ ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കണം? നമുക്ക് ഫ്രീ ആവാമല്ലോ. നമുക്ക് മറന്നേക്കുക, പുറത്തേക്ക് ജസ്റ്റ് അത് വിട്ടുകളഞ്ഞേക്കുക. എന്നിട്ട് നമ്മൾക്ക് ഫ്രീ ആയിട്ട് ലൈറ്റായിട്ട് നമ്മുടെ ജീവിതം തുടരാമല്ലോ. അതിനു വേണ്ടിയും കൂടിയാണ് പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നത്. അവർ ചെയ്ത് നല്ല കാര്യങ്ങളുണ്ടാവും, ഒരുപാട് നല്ല കാര്യങ്ങൾ. ഞാൻ പറയുന്നത് നമ്മുടെ അച്ഛനോ അമ്മയോ നമുക്ക് ഓർമ്മയുള്ള മുത്തച്ഛനോ മുത്തശ്ശിയോ ഒന്നും അല്ല. ഇത് പല ജന്മങ്ങളിൽ നിന്ന് അക്വയർ ചെയ്തിട്ടുള്ള പിതൃക്കളുടെ ഒരു ഇംപ്രഷൻസ് നമ്മുടെ ഉള്ളിലുണ്ട്.
അതുകൊണ്ടാണല്ലോ ഒരു വീട്ടിൽ തന്നെ 3 പേരുണ്ടെങ്കിൽ 3 പേര് 3 തരത്തിലുള്ള സ്വഭാവമായിട്ട് വരുന്നത്. കാരണം അവർക്ക് പല തലത്തിൽ ഭൂമിയുടെ പല ഭാഗത്ത് നിന്ന്, ഭൂമി തന്നെയാണോ എന്നും അറിയാൻ പറ്റില്ല, മറ്റു ലോകങ്ങളിൽ നിന്ന് പല ഭാഗത്ത് നിന്ന് പല തരത്തിലുള്ള ഇംപ്രഷൻസ് കൊണ്ടുവന്നിട്ടാണ് അവർ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു വീട്ടിൽ തന്നെ 10 പേരുണ്ടെങ്കിൽ 10 തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നത്, 10 തരത്തിലുള്ള സ്വഭാവങ്ങൾ വരുന്നത്. ഈവൻ ട്വിൻസ് ആണെങ്കിൽ പോലും ചിലപ്പോൾ അവരിലും കാണും സ്ലൈറ്റ് ഡിഫറൻസസ്. അതെന്തുകൊണ്ടാണ്? കാരണം അവരുടെ കയ്യിലുള്ള ഭാണ്ഡം വേറെയാണ്, അവർ കൊണ്ടുവന്നിരിക്കുന്ന ഇംപ്രഷൻസ് വേറെയാണ്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഭാണ്ഡത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനു വേണ്ടി കൂടിയാണ് നമ്മൾ പിതൃബലി ഇടുന്നത്. അതായത് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ എല്ലാ പിതൃക്കളെയും ഓർത്ത് അവർ ചെയ്ത നല്ല കാര്യങ്ങളെ നമ്മൾ അക്നോളജ് ചെയ്യുക, അതായത് സ്വീകരിക്കുക, അവരെ ഓർമ്മിക്കുക, നന്ദിപൂർവ്വം ഓർമ്മിക്കുക. അവർ ചെയ്ത പുണ്യപ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ഇനി അവർ അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പൊറുക്കുക, മറക്കുക. ചില പാറ്റേൺസ് ചില വീടുകളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ പാറ്റേൺസ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഈ മെമ്മറീസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ആ ഒരു സംഭവം നടക്കുമ്പോൾ അതിനോട് യോജിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ എഗെയിൻ അത് നമ്മുടെ ലൈഫിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം. അപ്പോൾ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഈ പിതൃപക്ഷ എന്ന് പറയുന്നത്. നമുക്ക് ആ പാറ്റേൺസ് ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോകാം. നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. ഓക്കെ, ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, അത് എഴുതി വയ്ക്കുക. അപ്പോൾ അത് നമുക്കത് ചെയ്യാനായിട്ടുള്ള എനർജി കൂടുതൽ കിട്ടുമെന്ന് പറയും. അതല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നല്ല എനർജി അങ്ങോട്ടേക്ക് അയക്കാം. നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അതാണല്ലോ നമ്മൾ പുറത്തേക്ക് വിടുന്നത്, ആ ഒരു എനർജി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഒരു ഹീലിംഗ് എനർജി അവരിലേക്ക് അയക്കാൻ സാധിക്കും നമുക്ക്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പകയുടെ അല്ലെങ്കിൽ റിവെഞ്ചിൻ്റെയൊക്കെ ഒരു എനർജിക്ക് പകരം ഫൊർഗീവ്നെസ്സിൻ്റെ, ഹീലിങ്ങിൻ്റെ എനർജിയെ നമുക്ക് അയക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും ഒരു ഫാമിലിയിൽ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, സ്പിരിച്വലി അവെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്വം കൂടുതലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർക്കായിരിക്കാം പലപ്പോഴും ഇതിൻ്റെയൊക്കെ കാര്യകാരണ സിദ്ധാന്തങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലായി വരും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്തം വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ അവെയർനെസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്നത് ഏത് തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ രജനിയുടെ മകൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെയും ഒക്കെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ വൺസ് ഒരു സോൾ നമ്മളെ വിട്ടിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരെ ചുറ്റുമുള്ള ജീവജാലങ്ങളിൽ കണ്ട് അവർക്ക് നന്മ ചെയ്ത് അതേ രീതിയിൽ പ്രകൃതി റെസ്പോണ്ട് ചെയ്തു തുടങ്ങും. അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഈവൻ നമ്മളൊരു വീട്ടിൽ നിൽക്കുന്ന ഒരു മരം മുറിക്കുമ്പോൾ, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്, മരം മുറിക്കുമ്പം നമുക്ക് ചിലപ്പോൾ അത് ഇന്നവിറ്റബിൾ ആയിരിക്കും, കാരണം ആ മരം മുറിച്ച് നീക്കാതെ പറ്റില്ല. പക്ഷേ ഈവൻ ദെൻ ആ മരത്തിൻ്റെ ആ ഒരു കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല മറ്റുള്ളവർക്ക്, പക്ഷേ അതും നമ്മൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ ലൈഫിലുണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ വീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കർമ്മസിദ്ധാന്തം എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇതേപോലെ തന്നെയാണ് പിതൃക്കളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരുടെ കാര്യത്തിൽ. നമ്മൾ ഒരുപാട് ജന്മങ്ങളിലൂടെ അക്വയർ ചെയ്തിട്ടുള്ള ഇതുപോലെയുള്ള വികാരങ്ങൾ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ആത്മാവിൽ ഇംപ്രിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വെയിറ്റായിട്ട് നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മളതിന് നിൽക്കുന്നത്? അതുകൊണ്ട് കൂടിയാണ് ഈ പിതൃപക്ഷത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ പൂർവികന്മാർ അവരുടെ അപ്പോഴത്തെ അറിവില്ലായ്മ കൊണ്ട്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണല്ലോ ഓരോരുത്തർക്കും ഓരോ സ്വഭാവ വിശേഷങ്ങൾ വരുന്നത്. അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മറക്കുക, പൊറുക്കുക, നമ്മളെ ഫ്രീ ആക്കുക. പിതൃബലി ചെയ്യുന്നത് മരിച്ചു പോയവർക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് കൂടി വേണ്ടിയിട്ടാണ്, നമ്മളെ ഫ്രീ ആക്കാനാണ്. നമ്മളൊരു ക്ലീൻ സ്ലേറ്റ് പോലെയായിട്ട് അടുത്ത ജന്മത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ഒരു ജീവിതം കിട്ടുമെന്നെങ്കിലും വിശ്വസിക്കുക. കാരണം ഇത്രയും ബോണ്ടേജ് ആവശ്യമില്ല. അതെല്ലാം മുക്തിയിലേക്ക് പോകാനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാത്തിൽ നിന്നും വിമുക്തി ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള എല്ലാ ഇംപ്രഷൻസിനെയും ക്ലീൻ ചെയ്തിട്ട് പോവുക.
പ്രത്യേകിച്ച് മരിച്ചു പോയവരോട് ദേഷ്യമോ പകയൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തിനാണ്? അവർ പോയില്ലോ. അപ്പം ആ ഭാഗം അങ്ങ് ക്ലിയർ ചെയ്യുക. എത്രയോ ജന്മങ്ങളിലെ നമ്മുടെ പിതൃക്കൾക്കാണ് നമ്മൾ പിതൃബലി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്താ പറയുക, പിതൃബലിയെ നോക്കി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര തവണ പിതൃബലി ഇട്ടാലും, ഇപ്പോൾ കർക്കിടകത്തിൽ ബലി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഉടനെ പിതൃബലി ഇടണേ എന്തിനാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ക്ലീൻ ആക്കിക്കൊണ്ട് പോവുക. നമ്മുടെ മനസ്സും ആത്മാവും ഒക്കെ ക്ലീൻ ആക്കി പ്യുവർ ആക്കിയിട്ട് മുന്നോട്ട് പോകാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ. രജനിയുടെ കാര്യത്തിൽ മകനെ മറ്റ് ജീവജാലങ്ങൾ കണ്ടപ്പോൾ അതേപോലത്തെ അനുഭവങ്ങൾ രജനിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ എനിക്കും അങ്ങനത്തെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ആത്മാവ് എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന സർവ്വവ്യാപിയായിട്ടുള്ള യൂണിവേഴ്സൽ സോളാണ്. അതിലേക്ക് ലയിച്ച് ചേരുക ചെയ്യുന്നത് ഓരോ ജീവാത്മാവും. അപ്പോൾ ഓരോ ജീവാത്മാവിൻ്റെയും പുണ്യം അനുസരിച്ച് ഏതോ ലെവലിലാണ് ചെല്ലുക എന്നുള്ള പറയും. എങ്കിൽ പോലും അവരുടെ ഒരു അംശം നമ്മുടെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിലുണ്ട്, എവിടെയും പോകുന്നില്ല അവർ. അപ്പോൾ ആ ഒരു അനുഭവങ്ങളെല്ലാം ഉള്ളപ്പോൾ പിതൃക്കളെ നമ്മൾ നന്ദിപൂർവ്വം ഓർമ്മിക്കേണ്ടത് തന്നെയാണ്. കാരണം അവരുടെ ഒരു അംശമാണ് നമ്മളും. നമ്മൾ എത്രയൊക്കെ ഡിനൈ ചെയ്താലും അവരുടെ ഒരു അംശം നമ്മളിലുണ്ട്. അപ്പോൾ നമ്മൾ പ്യൂരിഫൈ ചെയ്യുമ്പം അവർക്കും അതൊരു പ്യൂരിഫിക്കേഷൻ തന്നെയാണ്. നമ്മളെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. അതായത് ഒന്നിന് വേർപെട്ടൊന്നുമല്ല നമ്മൾ നിൽക്കുന്നത്, പ്രകൃതിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എന്താ പറയുക, ഫുൾ മൂൺ അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേയ്സിൽ, അതായത് അമാവാസിക്കും പൗർണമിക്കും ഒക്കെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസ്. അപ്പോൾ അതുപോലെ നമ്മൾ പ്രകൃതിയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രകൃതിയോടുള്ള കടമയും കൂടി വരും, അവയർനെസ് കൂടുതോറും. ഇത് അറിയാത്തവർ ചെയ്യുന്നത് പോലെയല്ല, അറിയുന്നവർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്ത് കൂടുമെന്ന് പറയും, അതിൻ്റെ കർമ്മത്തിൻ്റെ സ്ട്രെങ്ത്ത് കൂടുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മരിച്ചുപോയ പിതൃക്കളോടും ജീവജാലങ്ങളോടുമുള്ള ആ റെസ്പോൺസിബിലിറ്റി നിറവേറ്റാനുള്ളൊരു സമയമാണ് പിതൃപക്ഷം എന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി നമ്മൾ ഈ ഒരു കർമ്മങ്ങളെല്ലാം ചെയ്യുക. നമുക്കേറെ പല സ്ഥലത്തും അന്നദാനം ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ വീടുകളിൽ അന്നദാനം, പക്ഷിമൃഗാദികൾക്ക് വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതാവാം. തുളസിക്ക് വെള്ളം കൊടുക്കുമ്പോൾ നമ്മുടെ ആ മെൻ്റൽ ബ്ലോക്കേജ് മാറാം. ഏതെങ്കിലും ഒരു പൂർവികരോട് നമുക്കിപ്പം മറക്കാനോ പൊറുക്കാനോ പറ്റാത്ത ദേഷ്യം ഉണ്ടെങ്കിൽ തുളസി ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതിലൂടെ ഒഴുകി പോകുന്നതായിട്ട് സങ്കല്പിക്കാം. നമ്മൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുമ്പോഴും ഒക്കെ പിതൃക്കളെ കൂട്ട് സ്മരിച്ചിട്ട് ചെയ്യുക. എല്ലാവർക്കും പറ്റുന്നതുപോലെ പിതൃപക്ഷം ആചരിക്കുക, പിതൃക്കളെ ഓർക്കുക. എല്ലാവർക്കും ഗുരുവിൻ്റെയും ഗുരുപരമ്പരയുടെയും ആശീർവാദം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.